ഹായ് ഫ്രണ്ട്സ്, സെലിം പാരഡൈസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളിപ്പോൾ എത്തിക്കുന്നത് ഒരു പുതിയൊരു പ്രോജക്റ്റായി നമ്മൾ പരിചയപ്പെടുത്താനാണ്. അപ്പോൾ ഇത് വരുന്നത് കോർപ്പറേഷൻ പരിധിയിൽ നമ്മൾ ട്രിവാൻഡ്രത്ത് പൂജപ്പുരയിൽ നിന്ന് 1.5 കിലോമീറ്റർ മാറി. പിന്നെ സെൻറ്റ് മേരീസ് സ്കൂൾ അറിയാം, എല്ലാവർക്കും മൊടവമോള് സെൻറ്റ് മേരീസ് സ്കൂൾ അറിയാം. അവിടെ നിന്ന് ഒരു 800 മീറ്റർ മാറി വരുന്ന ഒരു ബ്യൂട്ടിഫുൾ വീടിൻ്റെ വിശേഷമാണ് നമ്മളിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ വീട് വരുന്നത് ഒരു ബോക്സ് ടൈപ്പ് ലുക്കിലാണ് വരുന്നത്. നല്ല മനോഹരമായിട്ട് തന്നെയാണ് വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കാണാൻ നല്ല ലുക്ക് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ വൈറ്റും ബ്രൗണും തീമിനും അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റ് കൊടുത്താണ് നല്ല ലുക്കിൽ അവർ പണി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വീടിൻ്റെ വിശേഷമാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ വീട് വരുന്നത് 5 സെൻറ്റിലാണ്. 1850 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത്. കൂടാതെ 4 BHK ആണ്, 4 ബെഡ്റൂമാണ് ഈ വീടിന് കൊടുത്തിട്ടുള്ളത്. ഈസ്റ്റ് ഫേസിംഗ് ആണ് ഇത് മെയിനായിട്ട് നൽകിയിട്ടുള്ളത്. നമ്മൾ ഫ്രണ്ടിൽ കാണുന്ന പോലെ തന്നെ ഇവിടെ ഒരു 4 കാർ വരെ പാർക്ക് ചെയ്യാനുള്ള നല്ലൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. അത്രയും വിശാലത കൊടുത്തിട്ടുള്ളത് തന്നെയാണ് നമുക്ക് ഈ വീടിന് ഒരു നല്ല ലുക്കും ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നല്ലൊരു ഭംഗി കൊടുക്കുന്നുണ്ട്. ഈ വീടിന് പിന്നെ പൈപ്പ് കണക്ഷനാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഈ ഫ്രണ്ടിൽ നമ്മൾ കാണുന്ന പോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഗ്രാസും കടപ്പാക്കെല്ലാം യൂസ് ചെയ്തിട്ടാണ് ഫ്രണ്ടിൽ ഫുള്ള് പോർഷനും അവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നല്ലൊരു സ്പേസ് തന്നെയാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ സൈഡിലോട്ട് വരുമ്പോഴത്തേക്ക് അവിടെ ഇൻ്റർലോക്കാണ് അവർ ചെയ്തിട്ടുള്ളത്. രണ്ട് സൈഡിലും സ്പേസ് നല്ലതായിട്ട് തന്നെ ഉണ്ട്. 2 സൈഡിലും നല്ല സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ചെറിയൊരു ഗാർഡൻ പ്രൊവിഷനൊക്കെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്ത് ഗാർഡനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ അതിനുവേണ്ടൊരു സ്പേസും ഇവിടെ നൽകിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സൈഡിൽ നിന്നുള്ള വീടിൻ്റെ വ്യൂ വരുന്നത്. ഒരു ബോക്സ് ടൈപ്പാണ് ഫുള്ള് ഡിസൈനായി വരുന്നത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ സിറ്റ് ഔട്ട് നോക്കാം. 12x4 ഈ സിറ്റ് ഔട്ടിൻ്റെ സൈസ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു സ്പേസ് തന്നെ അത് നൽകി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ടെയിലാണ് യൂസ് ചെയ്തിരുന്നത്. വാൾ ടെയിലാണ് നമുക്ക് ഇവിടുത്തെ ചുമരിലെല്ലാം യൂസ് ചെയ്തിട്ടുള്ളത്. ആ വൈറ്റും ബ്രൗണും കൂടെ ആ കളറിങ് വരുമ്പോഴത്തേക്ക് നല്ലൊരു പ്രീമിയം ലുക്ക് തന്നെ ഈ വീടിന് നൽകുന്നുണ്ട്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ഫ്രണ്ട് ഡോറ് നോക്കാം. ഇത് പ്ലാവിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൊരു മനോഹരമായിട്ടുള്ളൊരു ഡോറാണ് നൽകിയിട്ടുള്ളത്. സിമ്പിളായിട്ട് ഡിസൈൻ ചെയ്ത് ഈ വീടിൻ്റെ ആ ഒരു ഫ്രണ്ട് തീമിന് നല്ലൊരു ലുക്ക് നൽകുന്ന രീതിക്ക് തന്നെയാണ് ഡോറ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ അകത്തോട്ട് പ്രവേശിക്കാം. ഉള്ളിലോട്ട് കയറി വരുമ്പോൾ ഒരു ലിവിങ് ഹാളാണ് നമുക്ക് ആദ്യം കാണാൻ പറ്റുന്നത്. നല്ലൊരു സ്പേസിൽ തന്നെയാണ് ലിവിങ് ഹാള് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഈ ലിവിങ് ഹാളിൻ്റെ സൈസ് വരുന്നത് 16x10 നല്ലൊരു സ്പേസ് നൽകുന്നുണ്ട്. അപ്പോൾ സീലിംഗ് എല്ലാം സ്പോട്ട് ലൈറ്റും എല്ലാം മിക്സ് ചെയ്തിട്ടാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇവിടെ TV യൂണിറ്റ് ആയിട്ട് നൽകിയിട്ടുള്ളത്. നല്ല വലിയ TV ഒക്കെ വയ്ക്കാനുള്ള നല്ലൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ താഴെ തന്നെ കുറച്ച് കബോർഡ്സ് ഒക്കെ അവർ നൽകിയിട്ടുണ്ട്. ഇതിലും കുറച്ച് സ്പോട്ട് ലൈറ്റ് ഒക്കെ അവർ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വീടിൻ്റെ ഹാളിൽ നിന്നുള്ള വ്യൂ വരുന്നത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ഡൈനിങ് ഏരിയയിലോട്ട് പോകാം. ഡൈനിങ് ഏരിയയിലോട്ട് പോകുന്നതിന് മുമ്പേ തന്നെ ഇവിടെ ഒരു പാർട്ടീഷൻ പോലെ നമുക്കിവിടെ നൽകിയിട്ടുണ്ട്. നമുക്കിവിടെ സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ ഒരു കർട്ടനൊക്കെ ഇട്ട് സെപ്പറേറ്റ് ചെയ്യുന്ന രീതിക്ക് തന്നെ ഒരു പാർട്ടീഷൻ നൽകിയിട്ടാണ് അവർ ഡൈനിങ് ഏരിയ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഈ വീടിൻ്റെ മെയിൻ ഹൈലൈറ്റ് നല്ലൊരു വിശാലത ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് ഇവിടെ എവിടെ നിന്ന് നോക്കിയാലും ഒരു ഇടുങ്ങിയ അവസ്ഥയല്ല, ഫുള്ള് നല്ലൊരു വൈഡ് റേഞ്ച് പോലെ നമുക്ക് വീടിൻ്റെ ഫുള്ള് നമുക്ക് കാണാൻ പറ്റും. ഒരു ഓപ്പൺ കിച്ചണാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഒരു നല്ലൊരു ഭംഗിയാണ് നമുക്ക് കൊടുക്കുന്നുണ്ട്. വീട് നല്ലൊരു വൈഡ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ലൊരു സ്പേസും ഏരിയയൊക്കെ നമുക്ക് നല്ല ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഡൈനിങ് ഏരിയ വരുന്നത് 16x12 ഈ ഡൈനിങ് ഏരിയയുടെ സൈസ് വരുന്നത്. അതിൻ്റെ ഒരു കോർണറിൽ തന്നെയാണ് ഒരു വാഷ് ബേസിനും എല്ലാം നൽകിയിട്ടുള്ളത്. അതും നല്ല അടിപൊളിയായിട്ട് അവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. താഴെ ഒരു കബോർഡൊക്കെ അവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ വരുന്ന മിറർ നമുക്ക് ലൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ടച്ച് സെൻസൊക്കെ വരുന്ന ഒരു മിററാണ്. ഇത് കോമൺ ആണ്, നമുക്കിപ്പം മിക്ക വീടുകളിലും നമുക്കിത് കാണുന്നതാണ്. പിന്നെ നല്ലൊരു വാഷ് ബേസ്, ജാഗ്വറിൻ്റെ ഒരു നല്ലൊരു വാഷ് ബേസിനും ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഡൈനിങ് ഏരിയ. നമുക്ക് നല്ല സ്പേസ് കൊടുക്കുന്നുണ്ട്. ഇവിടെയും സീലിംഗ് നമുക്ക് ചെയ്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റ് യൂസ് ചെയ്തിട്ട് സീലിംഗ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഡൈനിങ് ഏരിയയിൽ നിന്ന് നമുക്ക് ഹോളിലോട്ട് നോക്കുമ്പോൾ ഈ ഒരു വ്യൂ ആണ് വരുന്നത്. നമുക്ക് പാർട്ടീഷൻ ചെയ്യാനൊക്കെ നല്ല ഈസി ആയിട്ട് ഉള്ളൊരിതാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ വീടിൻ്റെ കിച്ചൺ ഏരിയയിലോട്ട് പോകാം.
അപ്പോൾ ഇവിടെ ഓപ്പൺ കിച്ചണാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് അവിടെ നിന്നുള്ള എൻട്രൻസും ബാക്കി കാര്യങ്ങളെല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. കയറുമ്പോൾ ഇവിടെ ഒരു ഫാൻസി ലൈറ്റൊക്കെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കിച്ചണിൽ നമുക്ക് നല്ലൊരു ഭംഗി തന്നെ അത് നൽകുന്നുണ്ട്. PVC-യിലാണ് നമുക്ക് ഈ കിച്ചൻ്റെ ഡോറെല്ലാം തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അതിനാൽ തന്നെ നമുക്കിപ്പം വെള്ളത്തിൻ്റെ ഒന്നും പേടിക്കേണ്ട. ഇത് നമുക്ക് തുരുമ്പെടുക്കുന്നോ അല്ലെങ്കിൽ ചെതലെടുക്കുന്നോ അങ്ങനെയൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. PVC-യിലാണ് അത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ട് നമുക്ക് അത്രയും അത് വിശ്വസിച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നല്ല കബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട്. മുകളിലും കബോർഡൊക്കെ അവർ നന്നായിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു വർക്ക് ഏരിയ പോലെ ഇപ്പുറ സൈഡിൽ ചെറിയൊരു പോർഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ മെയിനായിട്ടുള്ള വാഷ് ബേസിൻ ഇതാണ്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ വീടിൻ്റെ ഈ ഓപ്പൺ കിച്ചൻ്റെ വിശേഷം. ഇനി നമുക്ക് ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂമിലോട്ട് പോകാം. ഓക്കെ, നമുക്ക് ഈ വീടിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമാണ് കൊടുത്തിട്ടുള്ളത്. ബാക്കി 3 നമുക്ക് മുകളിലാണ്. അപ്പോൾ ഈ വീടിൻ്റെ നമുക്ക് ഫസ്റ്റ് ബെഡ്റൂമിലോട്ട് നമുക്ക് പോകാം. അപ്പോൾ ഈ കാണുന്ന ബെഡ്റൂം 16x12 സൈസ് വരുന്ന ഒരു ബെഡ്റൂമാണ്. നല്ല സ്പേസ് അവർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അത്ര ഇടുങ്ങിയതൊന്നുമല്ല, നല്ല സ്പേസ് ഇട്ടാണ് അവർ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു നല്ലൊരു വാൾഡ്രോബ്സ് കൊടുത്തിട്ടുണ്ട്. ഒരു മിററും അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല സ്പേസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബാക്കി ഡ്രസ്സായിക്കോട്ടെ പല കാര്യങ്ങളും നമുക്ക് സൂക്ഷിക്കാനൊക്കെ ഇഷ്ടംപോലെ അതിന് വേണ്ടിയുള്ള നല്ല കബോർഡൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇനി ഈ ബെഡ്റൂമിൻ്റെ ബാത്റൂം ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിരിക്കുന്നത് PVC ഡോറാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമുക്കിവിടെ സറയുടെ പ്രോഡക്റ്റാണ് നമുക്കിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സ്പേസ് വരുന്നത്. ഒരു പ്രീമിയം ലുക്കിലാണ് അവർ ചെയ്തിട്ടുള്ളത്. ഓവറായിട്ട് കളറൊന്നും കൊടുത്തിട്ടില്ല. നമുക്ക് പ്രീമിയം ലുക്ക്, ഒരു വൈറ്റ് ലുക്ക് വരുമ്പോൾ തന്നെ അത്യാവശ്യം പ്രീമിയം ലുക്കാണ് നമുക്ക് ആ വീടിന് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു ലുക്ക് തന്നെയാണ് അത് നൽകിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതാണ് ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ വിശേഷം. ഇനി നമുക്ക് ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാം. ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകുമ്പം സ്റ്റെയർ നമുക്ക് ഈ ഒരു ഭാഗത്താണ് വരുന്നത്. നമുക്കിവിടെ വരുന്ന ഹാൻഡിൽസ് ഇരുമ്പിലാണ് അവർ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് മുകളിലോട്ട് നോക്കുമ്പോഴത്തേക്ക് ഇവിടെ നല്ലൊരു സ്പേസിൽ ഫാൻസി ലൈറ്റൊക്കെ പ്രൊവൈഡ് ചെയ്ത് നന്നായിട്ട് തന്നെ ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു ഗ്ലാസ്സിലൊക്കെ നമുക്കിത് കൊടുത്തിട്ടുള്ളതുകൊണ്ട് നല്ല ലൈറ്റിംഗ് ഒക്കെ നമുക്ക് വീടിൻ്റെ ഉള്ളിലായിട്ട് പാസ്സായി വരും. ഫസ്റ്റ് ഫ്ലോറിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്കൊരു നല്ലൊരു ലിവിങ് ഏരിയ ഇവിടെ നൽകിയിട്ടുണ്ട്. 16x14 ഈ ലിവിങ് ഏരിയ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നല്ല സ്പേസ് നമുക്ക് ഇവിടെ നോക്കുമ്പോഴും നല്ലൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. തീരെ ഇടുങ്ങിയ രീതിയിലൊന്നുമല്ല, കാരണം നല്ലൊരു സ്പേസ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമുക്ക് താഴെ നിന്ന് സ്റ്റെയറിൽ നിന്ന് കയറി വരുന്ന വഴി. തൊട്ട് മുകളിൽ ഇങ്ങനെയാണ്. അവിടെ സ്പോട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ സീലിംഗ് എല്ലാം തന്നെ സ്പോട്ട് ലൈറ്റ് കൊടുത്താണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഇവിടെ ഒരു TV യൂണിറ്റ്, ഇവിടെ ഒരു ചെറിയ TV യൂണിറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് പോകാം. അപ്പോൾ ഈ ബെഡ്റൂം വരുന്നത് 16x14 സൈസ് വരുന്നത്. ഇവിടെ ഒരു നല്ലൊരു വാൾഡ്രോബ്സ് അവർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് സ്പോട്ട് ലൈറ്റൊക്കെ നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഒരു സൈഡിലായിട്ടാണ് നമുക്ക് ഇവിടെ ഒരു മിററൊക്കെ അവർ നൽകിയിട്ടുള്ളത്. വലിയൊരു മിററും അതുപോലെ തന്നെ നമുക്കിപ്പം ഇവിടെ നമുക്ക് കീപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള കബോർഡ്സും ചെറിയ 2 കബോർഡ്സും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ സൈഡിലായിട്ടാണ് നമുക്ക് വാഷ്റൂം വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്കിവിടെ വാഷ്റൂം വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്കിവിടെ ബാത്റൂമായിട്ട് വരുന്നത്. PVC ഡോർ അതുപോലെ സറയുടെ പ്രോഡക്റ്റാണ് നമുക്കിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. മിററും ബാക്കി എല്ലാ കാര്യങ്ങളും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഈ വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഇവിടെ വരുന്നത് നമുക്ക് 12x12 സൈസിലാണ് വരുന്നത്.
ഓക്കെ, നല്ലൊരു സ്പേസ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഇവിടെ താഴെ കണ്ട പോലെ തന്നെ നമുക്കൊരു വാൾഡ്രോബ്സ് ഇവിടെ നൽകിയിട്ടുണ്ട്. മിററും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നല്ല കളർഫുള്ളായിട്ടുള്ള ഒരു വാൾഡ്രോബ്സ് തന്നെയാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇനി നമുക്കിത് ഇവിടുത്തെ ബാത്റൂം കൂടെ ഒന്ന് നോക്കാം. നമ്മൾ താഴെ കണ്ട പോലെ അതേ ഒരു ബാത്റൂം തന്നെയാണ് നമുക്ക് ഇവിടെ നൽകിയിട്ടുള്ളത്. അത്യാവശ്യം നല്ല സ്പേസ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് മിററും വാഷ് ബേസിനൊക്കെ വരുന്നത്. സറയുടെ പ്രോഡക്റ്റ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതാണ് അപ്പം നമുക്ക് ഈ ഫസ്റ്റ് ഫ്ലോറിൽ ലാസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇത് 12x14 നമുക്ക് ഇവിടെ സൈസ് വരുന്നത്. ഇവിടെയും വാൾഡ്രോബ്സ് കൊടുത്തിട്ടുണ്ട്. മിററും ബാക്കി കാര്യങ്ങളെല്ലാം ഇവിടെയും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടത്തെ ബാത്റൂം നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടെ ബാത്റൂം അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇവിടെയും മിറർ കൊടുത്തിട്ടുണ്ട്. സറയുടെ പ്രോഡക്റ്റ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്കിനി ഈ വീടിൻ്റെ ബാൽക്കണി ഏരിയയിലോട്ട് പോകാം. ഓക്കെ, ഇപ്പോൾ ഈ കാണുന്ന ബാൽക്കണി 12x8 സൈസ് വരുന്നത്. നല്ലൊരു സ്പേസ് ബാൽക്കണിക്ക് നൽകുന്നുണ്ട്. ഇവിടെ നല്ലൊരു വ്യൂവും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതാണ് ഇവിടെ നമുക്ക് നോക്കുമ്പോൾ കിട്ടുന്ന വ്യൂ. ചുറ്റുപാടൊക്കെ വീടൊക്കെ ഉണ്ട്. നമുക്ക് റെസിഡൻഷ്യൽ ഏരിയയ്ക്കാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ നമുക്കിവിടെ ഔട്ട് സൈഡായിട്ട് കുറച്ച് ഏരിയ ഉണ്ട്. 10x6 അവിടെ കുറച്ച് കൊടുത്തിരിക്കുന്ന സൈസ്. ഇവിടെ നമുക്ക് വെള്ളം വീഴുന്നതുകൊണ്ട് അതിനനുസരിച്ചുള്ള ഒരു ടൈലാണ് നമുക്കിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. സൈഡിൽ നമുക്ക് ഈ വരുന്ന വ്യൂ ഇതാണ് ബാൽക്കണിയിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതാണ് ഈ വീടിൻ്റെ വിശേഷം വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് 98 ലക്ഷമാണ്. അത് നെഗോഷ്യബിളാണ്. നിങ്ങൾക്കപ്പോൾ അത് വാങ്ങിക്കാനായിട്ട് ലോൺ ഫെസിലിറ്റീസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ റെഡി ക്യാഷ് ഉള്ളവർക്ക് നിങ്ങൾക്ക് അങ്ങനെ നോക്കാം. അഥവാ നിങ്ങൾക്ക് ക്യാഷ് ഇപ്പോൾ ലോണായിട്ട് എടുക്കാനാണ് താല്പര്യമെങ്കിൽ നമ്മളെ ഈ കാണുന്ന നമ്പറിലൊന്ന് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ലോൺ എടുക്കാനുള്ള എല്ലാ സഹായങ്ങളും നമ്മൾ ചെയ്തു തരും. കൂടാതെ ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീട് ഇപ്പോൾ ഡയറക്റ്റ് വന്ന് കാണാൻ വേണ്ടി നമ്മുടെ ഈ നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്താൽ നമുക്ക് വീട് വന്ന് കാണുകയും നമുക്ക് സംസാരിക്കുകയും ചെയ്യാവുന്നതാണ്. നെഗോഷ്യബിളാണ്. അപ്പം നിങ്ങൾക്ക് ഈ വീട് തീർച്ചയായും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും വീട് വാങ്ങിക്കാനോ ഇതൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ, ലോണിനോ വീട് വാങ്ങിക്കാനോ ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കൂടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് പുതിയൊരു വീടിൻ്റെ വിശേഷമായിട്ട് കടന്നു വരാം. എല്ലാവർക്കും നന്ദി.